ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയുടെ ഫോൺ എടുക്കാനുള്ള ശ്രുതിയുടെ ശ്രമം വിജയിക്കുവാണ്. മദ്യപിച്ച് വന്നതുകൊണ്ട് തന്നെ രവീന്ദ്രൻ 3 പേരെയും വീട്ടിൽ കയറ്റാതെ പുറത്ത് കിടത്തിരുന്നതുകൊണ്ട് ശ്രുതിക്ക് അന്നത്തെ രാത്രി ഫോൺ എടുക്കാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ രവീന്ദ്രൻ്റെ ഉപദേശങ്ങളെല്ലാം കഴിഞ്ഞ് ശ്രുതി മുറിയിലോട്ട് വരുമ്പോഴേക്കും ശ്രുതി കുളിക്കാൻ പോകുന്ന ടൈമിൽ ശ്രുതിയുടെ പോക്കറ്റിലാണല്ലോ സച്ചിയുടെ ഫോൺ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഫോൺ ശ്രുതി കൈക്കലാക്കുവാണേ. സച്ചിക്കാണെങ്കിൽ തലേദിവസം രാത്രി ഒരുപാട് മദ്യപിച്ചുകൊണ്ട് തന്നെ നല്ല തലവേദന എടുത്തിട്ട് കോഫിയൊക്കെ കുടിച്ചിരിക്കുമായിരിക്കും. എന്നിട്ട് കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, ഇത്ര നേരമായിട്ട് എന്താ രേവതി, എന്നെ ആരും ട്രിപ്പിനൊന്നും വിളിച്ചില്ലല്ലോ, നീ എൻ്റെ ഫോൺ ഒന്നെടുത്തേ, ചിലപ്പോൾ ഓഫായി കിടക്കുക എന്ന് പറയുമ്പോഴേക്കും രേവതി സച്ചിയുടെ ഫോൺ വെക്കുന്ന സ്ഥിരം സ്ഥലമുണ്ടല്ലോ അവിടെ പോയി നോക്കിയിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇവിടെ ഫോണൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് പെട്ടെന്ന് ടെൻഷനാവേ, ഫോൺ ഇല്ലേ അവിടെ, എന്നാൽ നീ എൻ്റെ ആ കോട്ടിലും പാൻറ്റിലും ഒക്കെ ഒന്ന് നോക്കിയെന്ന് പറയുമ്പോൾ രേവതി എല്ലായിടത്തും തപ്പുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ ഇവിടെയൊന്നും ഇല്ല ഫോണെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് വീണ്ടും ടെൻഷൻ കയറുവാണ്. പിന്നെ എവിടെ പോയി, നീ ആ ഹോളിലും എല്ലായിടത്തൊന്നും പോയി നോക്കിയ രേവതി എന്ന് പറഞ്ഞിട്ട് രേവതിയെ വിടുന്നുണ്ട്. രേവതി എല്ലായിടത്തും നോക്കിയിട്ട് അവിടെയൊന്നും ഇല്ല ഫോണെന്ന് വന്ന് പറയുമ്പോഴേക്കും സച്ചി എല്ലായിടത്തും പോയി ഒന്നുകൂടെ തപ്പുവാണ്. തലയണയും പില്ലയും സോഫയിലും എല്ലായിടത്തും പോയി നോക്കുന്നുണ്ട്. പുറത്ത് കിടന്ന സ്ഥലത്ത് വരാന്തയിലൊക്കെ പോയി നോക്കും, അവിടെയൊന്നും ഫോൺ കാണുന്നില്ല. അടുക്കളയിൽ പോയി നോക്കി രേവതി എന്ന് പറഞ്ഞ് രേവതിയെ വിടുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അടുക്കളയിലൊക്കെ എങ്ങനെ ഫോൺ വരാനാ, നീ പോയി നോക്കി രേവതി എന്ന് പറയുമ്പോൾ രേവതി അവിടെ നോക്കിയിട്ട് വന്ന് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഫോൺ ഇവിടെയൊന്നും ഇല്ല എന്ന് പറയുവാണ്. സച്ചി ഇങ്ങനെ എല്ലാം എടുത്തെറിയുന്നത് കാണുമ്പോഴേക്കും ശ്രുതി ഒന്നും അറിയാത്ത പോലെ വന്ന് ചോദിക്കുന്നുണ്ട്, ഈ സച്ചി എന്തിനാ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്നേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് പിന്നെ സച്ചിയേട്ടൻ്റെ ഫോൺ കാണാനില്ല ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഇന്നലെ രാത്രി 3 പേരും വന്ന കോലം കണ്ടതല്ലേ, ഫോൺ എവിടെയെങ്കിലും വീണു പോയിട്ടുണ്ടാവും റോട്ടിൽ വന്ന വഴിക്കെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ദേ എനിക്കല്ലെങ്കിൽ തന്നെ ദേഷ്യം വന്നിരിക്കുക, പാലറിടത്തെ ഒന്നും മിണ്ടാതിരുന്നേന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും തപ്പല തുടരുവാണേ. എവിടെയും കാണാണ്ടാവുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി നീ ഒന്ന് നിൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലോട്ട് വിളിച്ചു നോക്കിയെന്ന് പറയുന്നുണ്ട്. രേവതി വിളിച്ചു നോക്കുമ്പോഴേക്കും സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ സച്ചി വീണ്ടും ടെൻഷൻ ആവുന്നത് കാണുമ്പോഴേക്കും രേവതി പറയും, സച്ചിയേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ, വേണമെങ്കിൽ എൻ്റെ ഫോൺ തൽക്കാലത്തേക്ക് ഉപയോഗിച്ചോ, സ്ഥിരമായിട്ട് വന്ന ട്രിപ്പിലുള്ള ആൾക്കാരോടൊക്കെ വിളിച്ച് പറഞ്ഞാൽ പോരെ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന്. അപ്പോൾ സച്ചി പറയും, അതെങ്ങനെ ശരിയാവും, എന്നാലും എൻ്റെ ഫോൺ എനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കും, സച്ചിയേട്ടാ ഒരു ഫോണല്ലേ, അതിനെന്തിനാ സച്ചിയേട്ടൻ ഇങ്ങനെ ചൂടാവുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നിനക്കത് ഫോണായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇന്നലെ പാർട്ടി നടന്ന ഹോളിൽ പോയെന്ന് നോക്കായിരുന്നില്ലേ, ചിലപ്പോൾ ഇനി അവിടെ വല്ലയിടത്തൊക്കെ സച്ചിയേട്ടൻ വെച്ച് മറന്നതാണെങ്കിലോ. അപ്പോൾ സച്ചി ശരിയാ, പാർട്ടി നടന്ന ഹോളിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ മഹേഷിനെ വിളിച്ച് പറയുന്നുണ്ട്, മഹേഷ് എൻ്റെ ഫോൺ കാണാനില്ല എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയും, ഫോണല്ലേ അതിനിപ്പോൾ എന്താ, വേറൊരു ഫോൺ എടുക്ക്, വേറൊരു സിം കാർഡ് കൊടുത്താൽ പോരെ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതല്ലടാ ആ ഫോണിൽ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കുമാണ് മഹേഷിന് ഓർമ്മ വരുന്നത്, ശരിയാണല്ലോ ശരത്തിൻ്റെ ആ മോഷ്ടിക്കുന്ന വീഡിയോ ആ ഫോണിലാണല്ലോ ഉള്ളത്. എടാ ഞാനത് ഓർത്തില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതുകൊണ്ടാടാ ഞാൻ ആ ഫോൺ ഈ അന്വേഷിച്ച് നടക്കുന്നത്, നീ എൻ്റെ കൂടെ ഒന്ന് വാ, നമുക്ക് ഇന്നലെ ആ പാർട്ടി നടന്ന ഹോളിലൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി റെഡിയാവുകയാണെ പാർട്ടി ഹോളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇങ്ങനെ ടെൻഷൻ ആവണ്ട, നമുക്ക് പുതിയ ഫോൺ മേടിച്ച് പുതിയൊരു സിം കാർഡ് ഇട്ടാൽ പോരെ എന്ന് പറയുമ്പോൾ സച്ചി പറയും, നിനക്കെന്താ പറയുന്നത് മനസ്സിലാവുന്നില്ല രേവതി, എനിക്ക് ആ ഫോൺ തന്നെ വേണം, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങുവാണേ. ശ്രുതിയാണെങ്കിൽ നല്ല സന്തോഷത്തിൽ നിൽക്കുക, കാരണം ഒരുപാട് നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ സച്ചിയുടെ ഫോൺ കിട്ടിയിരിക്കുകയാണ്. ശ്രുതിയുടെ അടുത്ത് ഒരു ക്ലയൻറ്റിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ശ്രുതി ഇറങ്ങുവാണേ. എന്നിട്ട് മീരയെ നേരെ വിളിക്കുന്നുണ്ട്, മീരെ സച്ചിയുടെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്, നമുക്കത് എത്ര വേഗം ആൻ്റണിക്ക് കൊടുക്കണം, നീ എൻ്റെ കൂടെ ഒന്ന് വാന്ന് പറഞ്ഞിട്ട് മീരയെ വിളിച്ചിട്ട് ശ്രുതി പോകുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും മഹേഷും കൂടി പാർട്ടി നടന്ന ഹോട്ടലിലോട്ട് പോവാണ്. അവിടെ റിസപ്ഷനിലൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരു ഫോൺ എങ്ങാനും കിട്ടിയായിരുന്നു ഇന്നലെ പാർട്ടി ഹോളിൽ നിന്ന്, പക്ഷേ അവർ പറയുന്നത് ഇല്ല, അങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ എടുത്തു വെക്കുമായിരുന്നു, ഇവിടെ അങ്ങനെ ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് സച്ചി ആ ഹോളിൽ മൊത്തം പോയി അന്വേഷിക്കുവാണ്, സച്ചിയും മഹേഷും കൂടി. പക്ഷെ അവിടെ എവിടെയും സച്ചിയുടെ ഫോൺ കാണുന്നില്ല. അവസാനം നിരാശയോടെ സച്ചി നമ്മുടെ റിസപ്ഷനിൽ വന്ന് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ചിലപ്പോൾ ഇനി വേറെ ആരെങ്കിലും മാറ്റിയെടുത്ത് പോയതാണെങ്കിലോ, അങ്ങനെ ആരെങ്കിലും കൊണ്ട് തരുവാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇതാ, ഞങ്ങൾ വിളിച്ചറിയിക്കാം എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി മഹേഷിൻ്റെ നമ്പറാണ് കൊടുക്കുന്നത്. എന്നിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ എനിക്ക് ഫോൺ പോയാലും കുഴപ്പമില്ല, അതിൽ പക്ഷേ ആ ശരത്തിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, അതാരെങ്കിലും കണ്ട് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അത് മൊത്തത്തിൽ പ്രശ്നമാവും, എനിക്കത് ആലോചിക്കുമ്പോൾ ടെൻഷൻ ആവുന്നു എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം, ഫോണിൻ്റെ സിഗ്നൽ വെച്ച് അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ സച്ചി പറയും, പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് ആ വീഡിയോ എങ്ങാനും കണ്ടാലോ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എടാ സച്ചി അവർ നിൻ്റെ ഫോണിലെ വീഡിയോസ് ഒന്നും കാണാനൊന്നും പോകുന്നില്ല, നമുക്ക് എന്തായാലും ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിടാം എന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടി മഹേഷ് പോകുവാണ് സ്റ്റേഷനിൽ.
സ്റ്റേഷനിൽ ഫോൺ കാണുന്നില്ല എന്ന് പരാതി പറയുമ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട് എത്ര ലക്ഷം രൂപയുടെ ഫോണാണെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും ലക്ഷത്തിൻ്റെ എന്നല്ല ഒരു 10,000 രൂപ കാണത്തുള്ളൂ എന്ന് പറയുമ്പോൾ പോലീസുകാരൊക്കെ ചിരിക്കുവാണ്. 10,000 രൂപയുടെ ഫോണാണോ, അത് പോണെങ്കിൽ പോട്ടെ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് സാർ എൻ്റെ ജോലി അതിനെ ആശ്രയിച്ചായിരിക്കുന്നത്, ഒരുപാട് പേര് വിളിക്കുന്ന ഫോണാണ്, എനിക്ക് ആ ഫോൺ വേണം സാർ എന്ന് പറയുമ്പോൾ പോലീസുകാർ അധികം ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് സച്ചിനോട് സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒട്ടനവധി കേസ് വരുന്നുണ്ട്, കൊലപാതകം, കൊള്ളയടി, അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഞങ്ങൾ അതിൻ്റെ പുറകെ പോകണോ തൻ്റെ ഫോണിൻ്റെ പുറകെ പോകണോ എന്നൊക്കെ പുച്ഛിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ തൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെക്ക്, ഞങ്ങൾ സമയം കിട്ടുമ്പോൾ അന്വേഷിക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി മഹേഷിനോട് ചോദിക്കും എടാ ഇവർ അന്വേഷിക്കുമൊന്നും തോന്നുന്നില്ല, നമുക്കായിട്ട് തന്നെ പോയി ഇറങ്ങി അന്വേഷിച്ചാലെന്ന് പറയുമ്പോൾ മഹേഷ് പറയും ഏതായാലും വന്നതല്ലേ, നീ നമ്പറൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി കൊടുത്തിട്ട് പറയുന്നുണ്ട് സാർ ഇതാണ് എൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അവർ നോക്കുന്ന പോലുമില്ല. ശരി ശരി നമ്മൾ അന്വേഷിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ നിന്നും പറഞ്ഞു വിടുവാണ്. അങ്ങനെ പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മുടെ മഹേഷിനൊരു കോൾ വരുവാണ്. സച്ചിയെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് സച്ചിയുടെ സ്ഥിരം കസ്റ്റമറായിട്ട് ആരോ മഹേഷിനെ വിളിച്ചതാണ്. ഒരു ലോങ് ട്രിപ്പ് സച്ചിക്ക് വന്നിട്ടുണ്ട്. അത് സച്ചിനോട് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എടാ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് ഇത്രയും വലിയ ലോങ് ട്രിപ്പ് പോകുന്നതെന്ന് പറയുമ്പോൾ മഹേഷ് പറയും എടാ ഇത് നിൻ്റെ സ്ഥിരം കസ്റ്റമറാണ്, നിൻ്റെ ഫോൺ കാണുന്നില്ല എന്ന് പറഞ്ഞ് നീ ഇനി വരുന്ന ട്രിപ്പ് ഒന്നും എടുക്കില്ലേ, അതാലോചിച്ച് നിൽക്കാതെ നീ നിൻ്റെ ജോലി നോക്ക് സച്ചി, നീ പൊയ്ക്കോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി ആ ട്രിപ്പിന് വിടുവാണ് മഹേഷ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയും മീരയും ആൻ്റണിയുടെ ഓഫീസിലോട്ട് പോയിരിക്കുവാണ്. ശ്രുതിയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ ആൻ്റണിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചിയുടെ ഫോൺ കിട്ടിയിട്ടുണ്ടെന്ന്. ആൻ്റണി പറയും എന്താ ഈ ഫോൺ എടുത്തോന്ന് ചോദിക്കുമ്പോൾ ശ്രുതി എടുത്തു, അന്ന് എളുപ്പം തന്നെ എനിക്ക് അയക്കുക എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതെങ്ങനെ അയക്കും, ഞാൻ പറഞ്ഞ ജോലി ആൻ്റണി ചെയ്തില്ലല്ലോ. അപ്പോൾ ആൻ്റണി പറയും നീ വീഡിയോ ആദ്യം അയക്ക്, നവീൻ്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി സമ്മതിക്കുന്നില്ലേ, ഇല്ല ആദ്യം നവീൻ്റെ കാര്യം, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫോൺ ആൻ്റണിക്ക് കൈമാറാം എന്നൊക്കെ പറയുവാണ്. ആൻ്റണി എത്രയൊക്കെ പറഞ്ഞിട്ടും ശ്രുതി ഫോൺ കൊടുക്കാൻ സമ്മതിക്കുന്നില്ലേ. അവസാനം ആൻ്റണിയുടെ ഗുണ്ടകളെ നവീനെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി അയക്കുവാണ്. അങ്ങനെ ശ്രുതിയും മീരയും കൂടി ഓഫീസിൽ ഇങ്ങനെ കാത്തിരിക്കുവാണ്. നവീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് ഈ ഫോൺ ആൻ്റണിക്ക് കൈമാറുമെന്നുള്ള ഒറ്റ ഇതിലാണ് അവരവിടെ ഇരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആൻ്റണിയുടെ ഗുണ്ടകൾ നവീനെ പിടിച്ചുകൊണ്ട് വരുവാണ്. കണ്ണൊക്കെ കെട്ടിയാണ് വരുന്നത്. നവീനെ കാണുന്നതും ശ്രുതിയും മീരയും അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. നവീൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ, നിങ്ങൾ ആൾ മാറിയാ എന്നെ പിടിച്ചോണ്ട് വന്നതെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട് ആളൊന്നും മാറിയിട്ടില്ലടാ, നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എന്നൊരു തീരുമാനം ഉണ്ടാക്കും, കുറച്ചു നേരം കഴിയട്ടെ, എടാ ഇവനെ ആ മുറി കൊണ്ടുപോയി പൂട്ടിയിടുക എന്ന് പറഞ്ഞിട്ട് നവീനെ ഗുണ്ടകളുടെ കൂടെ വിട്ടിട്ട് ഒരു മുറിയിൽ പൂട്ടിയിടുവാണേ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് നവീനെ എന്ത് ചെയ്യാനാണ് പോകുന്നതെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട് നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട, ഇനി അവൻ്റെ ശല്യം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല, അതുപോരെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം സച്ചിയുടെ ഫോൺ നിൻ്റെ കയ്യിലില്ലേന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഫോണുണ്ട്, പക്ഷേ ആ വീഡിയോ ഞാൻ എൻ്റെ കയ്യിലോട്ട് അയച്ചിട്ടുണ്ട്, ഞാൻ ആ വീഡിയോ ആൻ്റണിക്ക് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ആൻ്റണിക്ക് അയച്ചു കൊടുക്കുവാണ് ശ്രുതി. ആൻ്റണി ആ വീഡിയോ കാണുന്നതും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശ്രുതി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ശ്രുതിയും ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് ആൻ്റണി പറയുന്നുണ്ട് ആ സച്ചിയുടെയും രേവതിയുടെയും ശരത്തിൻ്റെ അഹങ്കാരം ഞാൻ ഇന്നത്തോടെ തീർക്കുക, ഈ വീഡിയോ ഞാൻ ഇപ്പം തന്നെ ഇടും, എടാ ഇത് ആ കഫേയിലുള്ള നമ്മുടെ പയ്യനെ കൊണ്ടുപോയി കൊടുക്കുക, എൻ്റെ ഫോണിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഞാനാണിത് സ്പ്രെഡാക്കിയെന്ന് സച്ചി മനസ്സിലാക്കും, അങ്ങനെ വേണ്ട, ഇത് വേറെ ആരുടെയെങ്കിലും വഴി നമുക്ക് സ്പ്രെഡാക്കണം, നീ അവനെ അന്ന് വീഡിയോ ഇട്ട് അവൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് ആൻ്റണിയുടെ ഗുണ്ടയുടെ അടുത്തോട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സച്ചി വീട്ടിൽ പോയിട്ട് രേവതിയോടൊക്കെ പറയുന്നുണ്ട് രേവതി എനിക്ക് ട്രിപ്പ് വന്നിട്ടുണ്ട്, തിരുപ്പതി വരെ പോവാ, 2 ദിവസം പിടിക്കും ഞാൻ വരാനെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ ഫോൺ പോലും ഇല്ലല്ലോ, സച്ചിയേട്ടനെ ഞാൻ എങ്ങനെ വിളിക്കും, എൻ്റെ ഫോൺ തൽക്കാലത്തേക്ക് എടുത്തു എന്ന് പറയുമ്പോൾ സച്ചി സമ്മതിക്കുന്നില്ല. വേണ്ട രേവതി, നിൻ്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് വരുന്ന ഓർഡറൊക്കെ എന്ത് ചെയ്യും, നിൻ്റെ ബിസിനസ്സിനെ അത് ബാധിക്കും, അത് സാരമില്ല, ഞാൻ എവിടെയെങ്കിലും ജംഗ്ഷനിൽ എത്തുമ്പോൾ ഏതെങ്കിലും ബൂത്തിൽ കയറി ആയാലും നിന്നെ വിളിച്ചോളാം, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ബാഗൊക്കെ എടുത്തിട്ട് അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. സച്ചിക്ക് എന്നാലും നല്ല ടെൻഷനുണ്ട്, കാരണം ശരത്തിൻ്റെ വീഡിയോ എങ്ങാനും ലീക്കായി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ രേവതി ആയിരിക്കുമല്ലോ. ശ്രുതിയാണെങ്കിൽ നല്ല സന്തോഷത്തിലുമാണ്, ആ വീഡിയോ പുറത്തായി കഴിഞ്ഞാൽ സച്ചിനെയും രേവതിനെയും ആൻറ്റി തന്നെ പിടിച്ച് പുറത്താക്കും എന്ന് വിചാരിച്ചിങ്ങനെ സ്വപ്നം കണ്ട് നടക്കുവാണേ ശ്രുതി. അത് കഴിഞ്ഞ് കാണിക്കുന്നത് രേവതി ശരത്തിനെ വിളിച്ച് പറയുന്നുണ്ട് ശരത്തെ സച്ചേട്ടൻ്റെ ഫോൺ കാണാനില്ല, എവിടെ പോയെന്ന് അറിയില്ലടാ, സച്ചേട്ടനെ പുതിയൊരു ഫോൺ മേടിച്ചു കൊടുക്കണം, ഫോണിനെ പറ്റി നിനക്കല്ലേ അറിയാവുന്നത്, നിനക്ക് എൻ്റെ കൂടെ ഒന്ന് ഷോപ്പിൽ വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരത്ത് അവിടെ അടുത്തുള്ളൊരു നല്ല മൊബൈൽ ഷോപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ശരത്തും രേവതിയും കൂടി മൊബൈൽ ഷോപ്പിലോട്ട് പോവാണ്. എന്നിട്ട് അവിടെയുള്ള ലേറ്റസ്റ്റ് മോഡലൊക്കെ അവിടുത്തെ ഷോപ്പിൻ്റെ ആൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ടൈമിലാണ് നമ്മുടെ ശരത്തിൻ്റെ വീഡിയോ നെറ്റിലൊക്കെ വൈറലാവുന്നത്. മൊബൈൽ ഷോപ്പിലെ പയ്യൻ ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിലെ പയ്യനും അവിടെ വന്നിരിക്കുന്ന ഫോൺ
ഫോൺ മേടിക്കാൻ വന്നിരിക്കുന്ന പയ്യനും ഒരാളാണെന്ന് തിരിച്ചറിയുവാണേ. അവർ ഈ ശരത്തിനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരത്തിന് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ശരത്ത് ഫോൺ നോക്കിയിട്ടില്ലല്ലോ. ഈ വീഡിയോ നെറ്റിൽ വന്നതൊന്നും ശരത്ത് അറിഞ്ഞിട്ടില്ല. രേവതിയുടെ കൂടെ ഫോൺ എടുക്കാൻ വേണ്ടി വന്നതുകൊണ്ട് തന്നെ മൊബൈലും ചെക്ക് ചെയ്തിട്ടില്ല ശരത്ത്. അതുകൊണ്ട് ഇവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല. എല്ലാവരും ഇവരെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണേ കടയിലെ. അവർ പറയുന്നുണ്ട്, മോഷ്ടിച്ച കാശിന് മൊബൈൽ മേടിക്കാൻ വന്നിരിക്കുന്ന അവൻ, ഇവൻ്റെ കാര്യം പോലീസ് നോക്കിക്കോളും. ഈ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ പോലീസ് തേടി വന്ന് ഇവനെ പിടിച്ചോണ്ടും പോയിക്കോളും എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇവരെ നോക്കി ചിരിക്കുവാണേ. രേവതിക്കും ശരത്തിനൊന്നും കാര്യം മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മീര ശ്രുതിയോട് വന്ന് പറയുന്നുണ്ട്, നോക്കടി ദേ ശരത്തിൻ്റെ വീഡിയോ നെറ്റിൽ വന്നു, എത്ര പേരെ കണ്ടിരിക്കുന്നത് നോക്കെന്ന് പറയുമ്പോഴേക്കും ശ്രുതി മേടിച്ച് ഫോൺ നോക്കുന്നുണ്ട്. അതിലെല്ലാവരും ശരത്തിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശ്രുതി പറയും, ഹോ ആൻറ്റി ഈ ഫോണൊന്നും നോക്കാറില്ല, ആൻറ്റിക്ക് നെറ്റ് എന്ന് പറഞ്ഞ സംഭവം അറിയത്തില്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടിട്ടും ഉണ്ടാവില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സച്ചിനെ രേവതിനെയും എന്തായാലും ആൻറ്റി വീട്ടിൽ നിന്ന് പുറത്താക്കും. ഞാൻ ഇപ്പം തന്നെ പോയി ഈ വീഡിയോ ആൻറ്റിക്ക് കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ചന്ദ്ര അവിടെ ഉണ്ടാവില്ല, ബാമയുടെ വീട്ടിലായിരിക്കും ആ ടൈമിൽ. അപ്പോൾ ശ്രുതി നേരെ ബാമ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവാണ്. ശ്രുതിയെയും വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബാമയുടെ വീട്ടിലെത്തുമ്പോഴേക്കും ചന്ദ്ര ശ്രുതിയുടെ മുഖമൊക്കെ കാണുമ്പോഴേക്കും എന്ത് പറ്റി മോളെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ആൻറ്റി, ഞാനത് ആൻറ്റിയോട് എങ്ങനെ പറയും? അപ്പോൾ ചന്ദ്രക്ക് ടെൻഷനാവും. നീ കാര്യം പറ മോളെ എന്ന് പറയുമ്പോഴേക്കും ആൻറ്റി തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ എടുത്തിട്ട് ആ വീഡിയോ ചന്ദ്രക്ക് കാണിച്ചെടുക്കുവാണേ. അപ്പോൾ ചന്ദ്ര പറയും, ഹോ ഇതെൻ്റെ അന്ന് മോഷണം പോകുന്ന വീഡിയോ അല്ലോ, ഇതെങ്ങനെ നിനക്ക് കിട്ടിയെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി അതാരാ എടുത്തതെന്ന് വരെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ആൻറ്റി നോക്ക്. അപ്പോൾ ചന്ദ്ര പറയും, ഓഹോ മോഷ്ടിച്ച ആളുടെ മുഖം ഈ വീഡിയോയിലുണ്ടോ, എന്നാൽ ഞാൻ കാണട്ടെ, അവനെ എങ്ങാനും എൻ്റെ നേരിട്ട് കൺമുമ്പിൽ കണ്ട ഞാൻ ചെരിപ്പൂരി അടിക്കും എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നോക്കുമ്പോഴേക്കും വീഡിയോ തീരുമ്പോഴേക്കും നമ്മുടെ ശരത്തിൻ്റെ മുഖം ആ വീഡിയോയിൽ കാണുവാണ്. ചന്ദ്രക്ക് അങ്ങോട്ട് ദേഷ്യം കയറി വരുവാണ്. ചന്ദ്ര ഇങ്ങനെ കലിതുള്ളി ദേഷ്യവും പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഇത് നിനക്ക് എങ്ങനെ കിട്ടിയെന്ന് ബാമ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് മാത്രമല്ല നാട്ടുകാർ മൊത്തം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, വൈറലായിരിക്കുക, നാട്ടുകാർ മൊത്തം ഇപ്പോൾ ശരത്തിനെയും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. ചന്ദ്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ആ പൂകിട്ടുന്നവളുടെ അനിയനാണല്ലേ എൻ്റെ പൈസ മോഷ്ടിച്ചത്, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവൾ അവിടെ നിൽക്കുക. അപ്പോൾ ബാമ പറയുന്നുണ്ട്, സ്വന്തം ചേച്ചി താമസിക്കുന്ന വീടാണെന്ന് പോലും ആലോചിക്കാതെ അവൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവൻ കള്ളരല്ലേ, നേരത്തെ തന്നെ ബൈക്ക് മോഷ്ടിച്ചു, ഇതാ പൂക്കാരി പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കും എൻ്റെ പണം മോഷ്ടിക്കാൻ, എന്നെ എന്നിട്ട് ആ ഫിനാൻസിയേഴ്സിൻ്റെ മുമ്പിൽ നാണം കെടുത്തുക വരെ ചെയ്തു. അതുമാത്രമല്ല ബൈക്കിൽ നിന്ന് അവൻ എൻ്റെ പണം മോഷ്ടിക്കാൻ നേരത്തെ എന്നെ ഉന്തിയിട്ട് തള്ളിയിട്ട് താഴെ ഇടാൻ വരെ നോക്കി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി നീ വാ, നമുക്കിപ്പോൾ തന്നെ അവിടെ പോകണമെന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കും, എവിടെ? ആ പൂകെട്ടുന്നവളുടെ വീട്ടിൽ, ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല, നീ വാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് കലിതുള്ളി നമ്മുടെ ചന്ദ്ര ശ്രുതിയെയും കൂട്ടി രേവതിയുടെ വീട്ടിലോട്ട് പോവാണ്. ഈ ടൈമിൽ രേവതിയും അവിടെ ഉണ്ടാവേ, പുതിയ ഫോൺ ദേവുവിനെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. ശരത്ത് വന്ന വഴിക്ക് ഈ വീഡിയോ പുറത്തായതിൻ്റെ വിശേഷമൊക്കെ അറിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ശരത്തിന് നല്ല ടെൻഷനുണ്ട്. വീട്ടിൽ മുറിയുടെ ഉള്ളിൽ കയറി പേടിച്ചിരിക്കുമായിരിക്കും ശരത്ത്. അപ്പോൾ ചന്ദ്രയും ശ്രുതിയും ഇങ്ങനെ കലിതുള്ളി അകത്തോട്ട് വരുമ്പോഴേക്കും രേവതി ഇത് കാണുമ്പോഴേക്കും ഞെട്ടുവേ. അമ്മ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും എവിടെയുടെ നിൻ്റെ അനിയനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കും, അവൻ ശരത്ത് ഇവിടെ ഉണ്ട്, എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ എവിടെയുടെ അവൻ, നിങ്ങൾ അവനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുവാണോ എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ ഉള്ളിലെ മുറി കയറിയിട്ട് ശരത്തിൻ്റെ കോളർ പിടിച്ചിട്ട് വലിച്ച് ഹോളിലോട്ട് കൊണ്ടുവരുവാണേ. എന്നിട്ട് ഒരുപാട് തല്ലുന്നുണ്ട് ചന്ദ്ര, എടാ കള്ള നീയാണല്ലേ ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തല്ലുവേ. ഇവർക്കൊന്നും കാര്യം അറിയത്തില്ലല്ലോ, രേവതിക്കും അമ്മക്കും ദേവുവിനൊക്കെ. എന്താ അമ്മ, എന്താ പ്രശ്നം, എന്തിനാ ഇവനിങ്ങനെ തല്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇവനെയൊന്നും ഇങ്ങനെ കൈകൊണ്ട് തല്ലിയിട്ട് കാര്യമല്ല, ചെരിപ്പൂരി അടിക്കണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ചെരിപ്പൂരി ശരത്തിൻ്റെ മുഖത്തിട്ടൊക്കെ ഒരുപാട് തല്ലുവാണ്. രേവതിക്കൊക്കെ ഇത് കണ്ട് സങ്കടം വരുവാണ്. വീണ്ടും ചന്ദ്ര തല്ലാൻ പോകുമ്പോഴേക്കും രേവതി കൈപിടിച്ച് തടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരും, എന്താടി നീ എന്തിനാ എൻ്റെ കൈ കയറി പിടിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും മതി എൻ്റെ അനിയനെ തല്ലിയത്. അപ്പോൾ രേവതിയുടെ അമ്മയും പറയുന്നുണ്ട്, ഇത്രയും നാൾ നിങ്ങൾ ഞങ്ങളെ അപമാനപ്പെടുത്തിയിട്ടേ ഉള്ളൂ, മോളെ കെട്ടിച്ചു വിട്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങളൊന്നും മിണ്ടാതിരുന്നത്, പക്ഷേ ഇപ്പോൾ വീട്ടിൽ കയറി വന്ന് എൻ്റെ മകനെ പിടിച്ച് തല്ലുന്നത് ഞങ്ങൾ നോക്കിയിരിക്കണോ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തല്ലാതെ എന്ത് ചെയ്യും? അപ്പോൾ രേവതി ചോദിക്കും, തെറ്റോ, എന്ത് തെറ്റായി എൻ്റെ അനിയൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കും ഇവർക്കെന്ന് പറഞ്ഞിട്ട് ശ്രുതി അപ്പോൾ ആ ഫോണിലെ വീഡിയോ രേവതിക്ക് കാണിച്ചു കൊടുക്കുവാണ്. വീഡിയോ കാണുന്നതും രേവതി ഇങ്ങനെ ഞെട്ടുകയും അതിൻ്റെ ഒപ്പം തന്നെ കരയുകയും ചെയ്യുന്നുണ്ട്. രേവതി മാത്രമല്ല, രേവതിയുടെ അമ്മയ്ക്കും ദേവുവിനും എല്ലാം ഇതൊരു ഭയങ്കര വലിയ ഷോക്കാവുകയാണ്. ശരത്തൊന്നും മിണ്ടാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഇത് ഇവൻ ഒറ്റയ്ക്ക് ചെയ്തതാണോ അതോ നിങ്ങൾ കുടുംബത്തോടെ പ്ലാൻ ചെയ്തതാണോ പൈസക്ക് വേണ്ടിയിട്ട്? നിങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഇവൻ ഇങ്ങനെ പറഞ്ഞു വിട്ടത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇവരെ ഭയങ്കരമായിട്ട് പുച്ഛിക്കുന്നുണ്ട്.
പിന്നെ ശരത്തിനെ ബാക്കി തല്ലുന്നതൊക്കെ രേവതിയുടെ അമ്മയാണ്. എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ, നിൻ്റെ ചേച്ചിയുള്ള വീടാണെന്ന് പോലും നീ ഓർക്കാതെ ഇമോഷണൽ സ്വഭാവം നിനക്ക് എവിടെ നിന്ന് കിട്ടിടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തല്ലുന്നുണ്ട്. രേവതിയുടെ അമ്മ ഒപ്പം കരയുന്നുണ്ട്. ശരത്ത് ഒന്നും മിണ്ടാതെ എല്ലാ അടിയും കൊള്ളുവാണ്. രേവതിയും കുറേ തല്ലുന്നുണ്ട് ശരത്തിനെ വന്നിട്ട്. ഇവരുടെ വീട്ടിലെ ഒച്ചയും ബഹളവും കാരണം നാട്ടുകാരൊക്കെ കൂടുന്നുണ്ട്. ചന്ദ്ര വന്നിട്ട് ശരത്തിൻ്റെ കോളറിൽ പിടിച്ചിട്ട് വീടിൻ്റെ പുറത്തുകൂടെ വലിച്ചഴച്ച് കൊണ്ടുപോവാണ്. ഇങ്ങോട്ട് വാടാ, നിൻ്റെ കാര്യം ഇനി പോലീസുകാർ നോക്കിക്കോളും, അവർ നിന്നെ പിടിച്ച് ജയിലിടട്ടെ, എന്നാലും നീ ഒരു പാഠം പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ശരത്തിനെ വലിച്ചുകൊണ്ടും പോവാണ്. നമ്മുടെ രേവതിയും ദേവും രേവതിയുടെ അമ്മയും കൂടിയൊക്കെ ചന്ദ്രൻ്റെ അടുത്ത് അയ്യോ വേണ്ട, അവനോടൊന്ന് ക്ഷമിക്കുക, അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, അവന് ജയിലിലേൽപ്പിക്കല്ലേ, അവൻ്റെ ഭാവി തുലക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. ഇവരും കൂട്ടത്തിൽ തല്ലിയെങ്കിലും ചന്ദ്ര ഇങ്ങനെ എല്ലാവരുടെ മുമ്പിലും ശരത്തിനെ വലിച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഇവർക്ക് സങ്കടം വരുവാണ്. അത് മാത്രമല്ല സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ മുഖഭാവമൊക്കെ കാണണം കേട്ടോ. ശ്രുതിക്ക് നല്ല സന്തോഷമായിട്ടിരിക്കുവാണ്. ദേവും രേവതിയും എല്ലാവരും കാല് പിടിച്ച് കരയുന്നുണ്ട്. അമ്മേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം, അമ്മേ ശരത്തിൻ്റെ ഭാവി തുലക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിച്ച് കരയുവാണേ. നാട്ടുകാരൊക്കെ ഇടപെട്ടിട്ട് ലാസ്റ്റ് ചന്ദ്രനെയും ശരത്തിനെയും തമ്മിൽ വേർപെടുത്തുവാണ്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആ പയ്യൻ്റെ ചെറിയ ചെക്കനെ എന്തായി നാട്ടുകാരുടെ മുമ്പിൽ വലിച്ചെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരിടപെടുന്നുണ്ട്. എല്ലാവരുടെ മുമ്പിലും ചന്ദ്ര ഈ വിശേഷങ്ങളൊക്കെ കൊട്ടി ഘോഷിക്കുന്നുണ്ട്. രേവതിക്കും വീട്ടുകാർക്കും എല്ലാവർക്കും മൊത്തത്തിൽ ഭയങ്കര നാണക്കേടാവുകയാണ്. രേവതിയുടെ അമ്മയൊക്കെ ചത്താ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. ഈ ആഴ്ചയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി ഓരോ എപ്പിസോഡിൻ്റെയും വിശേഷങ്ങൾ ഞാൻ ഭാഗങ്ങളായിട്ടിടുന്നതാണ്. ശരത്തിൻ്റെ വീഡിയോ വൈറലായതോ ഒന്നും അറിയാതെ സച്ചി ട്രിപ്പിന് പോയിരിക്കുകയാണ്. സച്ചിയുടെ കയ്യിൽ ഫോണോ സംഭവങ്ങളോ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ നെറ്റിലെ വിശേഷങ്ങളും ഒന്നും തന്നെ സച്ചി അറിയുന്നില്ല. ഇനി ഇതറിഞ്ഞു കഴിയുമ്പോഴേക്കും അതിലും വലിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവുന്നുണ്ട്. നാട്ടുകാർ മൊത്തം ഇടപെടുമ്പോഴേക്കും ചന്ദ്ര ശരത്തിൻ്റെ കോളറിൽ നിന്നും പിടിവിട്ടിട്ട് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ, നിന്നെ ഞാൻ ഏതായാലും വെറുതെ വിടത്തില്ല, നീ എന്നെ കൊല്ലാൻ വരെയാന്ന് നോക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ചന്ദ്ര അവിടെ നിന്നും പോകുവാണ്. നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലാണ്, വേറെ എവിടെയല്ല. ശരത്തിനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തിരിച്ചെത്തി ശരത്ത് വീട്ടിൽ മുറിയിലിരുന്ന് പൊട്ടിക്കരയുവാണ്. ശരത്തിനെ വീണ്ടും ഒരുപാട് രേവതിയുടെ അമ്മയും ദേവും രേവതിയും കൂടി കുറ്റപ്പെടുത്തുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ എങ്ങാനും ഇതറിഞ്ഞാലുണ്ടല്ലോടാ, സച്ചിയേട്ടൻ സഹിക്കില്ല, പിന്നെ നിൻ്റെ മറ്റേ കൈയും കൂടി സച്ചിയേട്ടൻ വന്നിട്ട് തല്ലി ഒടിക്കുമെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് സച്ചിയേട്ടൻ ഈ വിശേഷങ്ങളൊക്കെ അറിയാം, സച്ചിയേട്ടൻ അറിഞ്ഞതുകൊണ്ടാണ് അന്ന് എൻ്റെ കൈ തല്ലി ഒടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് അത് വേറൊരു വലിയ ഷോക്കാവാണ്. എന്ത് സച്ചിക്ക് അറിയാവോ? എന്നിട്ട് സച്ചി ഇതുവരെ എന്നോട് പോലും ഈ വിവരം പറഞ്ഞില്ലല്ലോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് രേവതി ചേച്ചിക്ക് വിഷമാവും ഓർത്തിട്ടാ സച്ചിയേട്ടൻ ഒന്നും പറയാതിരുന്നത്, എല്ലാം എനിക്ക് വേണ്ടിയാ, ബാക്കിയുള്ളതിൽ ഒരാളറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം നാണക്കേടും രേവതി ചേച്ചിക്കല്ലേ, രേവതി ചേച്ചി വിഷമിക്കുന്ന ഓർത്തിട്ടാ സച്ചിയേട്ടൻ പറയാതിരുന്നത്, സച്ചിയേട്ടൻ്റെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി രേവതി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് പശ്ചാത്താപമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.